നമസ്തേ. എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കാട് കയറി കൃഷിഭൂമിയാക്കിയപ്പോൾ മനുഷ്യനും മൃഗങ്ങളും സ്വയം അതിർത്തികൾ സൃഷ്ടിച്ച് ജീവിച്ചിരുന്ന ജീവിതശൈലിയൊക്കെ കാലക്രമത്തിൽ മാറി. പിന്നീട് കാട് വെളുത്തു തുടങ്ങിയപ്പോൾ അതിർത്തികൾ സ്വയം മറന്ന വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിത്തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷത്തിൻ്റെ കാലമാണ്. ഈ കാലഘട്ടത്തിലൊക്കെയും നിരവധി ആളുകളുടെ ജീവിതവും ജീവനും ഒക്കെയാണ് വന്യജീവികൾ കടന്നത്. ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരമില്ലേ? ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്ന കോടികൾ ഇത്തരത്തിൽ ജീവിതവും ജീവനും ഒക്കെ നഷ്ടമാകുന്ന ആളുകൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം മാത്രമായി മാറുന്നു. ഇതാണ് ഇന്നത്തെ എഡിറ്റേഴ്സ് ചോയ്സ് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം അതിഥികളായി ഡോക്ടർ NC ഇന്ദുചൂടൻ, ഡോക്ടർ PB ഹരിദാസ്, VK വെങ്കിടാചലം, MN ജയചന്ദ്രൻ, രാജേഷ് K വടക്കന്തറ, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. ഒപ്പം എന്നോടൊപ്പം ചർച്ച നയിക്കാൻ നമ്മുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജനൻ TVയുടെ ഐസൻ ജോസും ചേരുന്നുണ്ട്. ആദ്യം നമുക്കറിയേണ്ടത് ഈ വിഷയത്തിൽ, ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം എന്താണ്, എങ്ങനെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക? ഡോക്ടർ NC ഇന്ദുചൂടൻ, താങ്കൾക്ക് ഇതിൽ കൃത്യമായ മറുപടി പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ആമുഖത്തിൽ നിന്ന് സൂചിപ്പിച്ച പോലെ തന്നെ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ഏറ്റുമുട്ടലുകൾക്ക്, ഈ സംഘർഷങ്ങൾക്ക്. ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടെത്താൻ ഒരിടത്തും കഴിഞ്ഞിട്ടില്ല. എന്നും ഇങ്ങനെ പ്രതിഷേധവും പ്രതിസന്ധികളും മുന്നോട്ട് പോകുന്നു. ശ്രീ ഇന്ദുചൂടൻ. ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അത് ദീർഘകാലാടിസ്ഥാനത്തിലാണ്. ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാൻ സാധ്യമായിട്ടുള്ളൊരു വിഷയമല്ല നമ്മളിപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പതിറ്റാണ്ടുകളായി കാട് കയറി മൃഗങ്ങളുടെ ആവാസസ്ഥാനത്ത് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞു. ഇന്ന് വയനാടുള്ളത് വളരെ സങ്കീർണമായിട്ടുള്ളൊരവസ്ഥയാണ്, വളരെ ഉത്കണ്ഠാകുലമായിട്ടുള്ളൊരവസ്ഥയാണ്. നാട്ടുകാരെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മൃഗങ്ങൾ ചുറ്റുപാടും വരുന്നു. അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയാണ്. മൃഗങ്ങളെ സംബന്ധിച്ച് കറങ്ങി നടക്കുന്ന നാട്ടുകാരും ഉദ്യോഗസ്ഥന്മാരും തോക്കും മയക്കുവെടിയും കൊണ്ട് നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും എല്ലാം കൂടി മൃഗങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. രോഷാകുലരായിട്ടുള്ള മൃഗങ്ങളുടെയും നാട്ടുകാരുടെ ഇടയിൽപ്പെട്ട് വലയുന്ന ഉദ്യോഗസ്ഥർ. നാട്ടുകാരും പറഞ്ഞാൽ കേൾക്കുന്നില്ല, നേതാക്കന്മാരും പറഞ്ഞാൽ കേൾക്കുന്നില്ല, മൃഗങ്ങളും പറഞ്ഞാൽ കേൾക്കില്ല. ഇങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള അവസ്ഥയിൽ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും അവിടെ നടക്കുന്നു. അവസരത്തിന് ഉയർന്നിട്ട് മുഴുവൻ ആൾക്കാരെ സമാധാനിപ്പിച്ച് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാനായിട്ട് പ്രാദേശിക നേതൃത്വങ്ങളും പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, ഈ വനം വകുപ്പ് അവിടെ പ്രവർത്തനം ചെയ്യുന്നത് അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ കൂടി സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ടായിട്ടാണ് കേരളത്തിൽ വനഭൂമി നഷ്ടപ്പെട്ടു തുടങ്ങിയത്, വനഭൂമി കയ്യേറി തുടങ്ങിയത്, കയ്യേറ്റക്കാർക്ക് പട്ടയം കൊടുത്തു തുടങ്ങിയത്, കയ്യേറ്റങ്ങളെല്ലാം സാധൂകരിക്കപ്പെട്ടത്. അതുകൂടാതെ വെസ്റ്റേൺ ഫോറസ്റ്റിൻ്റെ ആക്ട് വന്നു, നിക്ഷിപ്ത വനം സംരക്ഷിക്കുന്ന നിയമം. ആ നിക്ഷിപ്ത വനങ്ങൾ സർക്കാരിലേക്ക് ഏറ്റെടുത്തപ്പോൾ സർക്കാരിൻ്റെ ഏറ്റെടുക്കാണ്ടിരിക്കാനുള്ള നിയമോപദേശം ലഭിച്ച ധാരാളം ആൾക്കാർ എങ്ങനെ സ്വന്തം ഭൂമി വനമാക്കി വനം വകുപ്പിലേക്ക് എടുക്കാതിരിക്കാം എന്നുള്ള രീതിയിൽ ആ സമയത്ത് കൃത്രിമമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കി. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കൊണ്ട് ഇതെല്ലാം എഫക്റ്റ് ചെയ്ത് ഏറ്റവും ആദ്യം ഇത് ബാധിച്ചിട്ടുള്ളത് ഈ സാധുക്കളായിട്ടുള്ള മിണ്ടാപ്രാണികളായിരുന്നു. മൃഗങ്ങളുടെ സ്വൈര്യവിഹാരമാണ് ഇത് തടസ്സപ്പെടുത്തിയത്. അവർക്ക് ആകെ അവർക്ക് വെള്ളമുണ്ടായിരുന്ന സ്ഥലങ്ങൾ, കുടിക്കാൻ വിശ്രമിക്കാനായിട്ടുള്ള ചോലകൾ, ഇതെല്ലാം കൊള്ളാവുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ കൃഷി, ഗ്രോമോർ ഫുഡ്, ഇങ്ങനെ പല സ്കീമിൽ ആയിപ്പെട്ടു. ഞാൻ ജനങ്ങളെ കുറ്റം പറയുകയല്ല. ജീവിക്കാനായിട്ട് വഴി തേടി പുതിയ പുതിയ മേച്ചിൽപ്പുറം തേടി പോയിട്ടുള്ള ആൾക്കാർ അങ്ങനെ പോയി. ഈ സമയത്ത് നമ്മൾ നിയമങ്ങളുണ്ടാക്കി. വനത്തെയും വന്യജീവികളെയും ജനങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി ദീർഘകാലാടിസ്ഥാനത്തിൽ പരമാവധി ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടി നിയമങ്ങളുണ്ടാക്കി. പക്ഷേ ആ നിയമങ്ങൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ, MLA മാരെ, ജനപ്രതിനിധികൾ, അവർ പാസ്സാക്കിയ നിയമം നടപ്പാക്കാനായിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം നിൽക്കണം. പ്രശ്നമുണ്ടാകുമ്പോൾ സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള ഉറക്ക സംസാരിക്കുന്ന ആൾക്കാർ, ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുന്ന ആൾക്കാർ, അവരുടെ കയ്യിലേക്ക് നേതൃത്വം പോകുന്ന രീതിയിലുള്ള വളരെ മോശകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരും ചില മതമേധാവികളടക്കം ഈ സമയത്ത് ശാന്തമായിട്ടിരിക്കാനും
പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് വേണ്ടത്. എങ്ങനെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം, എങ്ങനെ നമുക്ക് സഹവർത്തിത്വം സാധ്യമാവാം, മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു അവസ്ഥ ഉണ്ടാവണം. ഈ വനം മൃഗങ്ങളെ അവിടെ നിർത്തുന്നത് ഏതാനും ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയല്ല, മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് വേണ്ടിയാണ്. അവൻ കൃഷിഭൂമിയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വനം വേണം. അവിടെ കൃഷിഭൂമിയിൽ അവിടെ വിളകളിൽ പരാഗണം നടക്കണമെങ്കിൽ അവിടെ ജീവികൾ വേണം. അപ്പോൾ ജനങ്ങളുടെ തന്നെ ആവശ്യത്തിന് ഇന്ന് ജീവിക്കുന്ന ആൾക്കാർക്കും നാളെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ട ഭൂമിയിൽ സ്വൈരമായിട്ട് ജീവിക്കുന്നതിന് അവിടെ വനം കൂടിയേ തീരൂ, മൃഗങ്ങൾ കൂടിയേ തീരൂ. ഇവിടെ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കാടിൻ്റെ ഉള്ളിൽ നമ്മൾ വികസനം എന്ന് വിളിക്കുകയാണെങ്കിലും അവിടെ ധാരാളം പുതിയ പുതിയ റോഡുകളുണ്ടായി, നല്ല വീതിയുള്ള റോഡുകൾ, മരങ്ങളെല്ലാം വെട്ടിക്കളയേണ്ടിയിരുന്നു. അത് ഗംഭീരമായിട്ട് നല്ല സ്പീഡിൽ വാഹനങ്ങൾ പോകാൻ പാകത്തിന് റെഡിയാക്കി വെച്ചു. പണ്ട് ഫോറസ്റ്റ് റോഡ് ഉണ്ടായിരുന്നു, കച്ചാ റോഡ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മഡ് റോഡ്, മൺപാതകൾ, അങ്ങനെയൊക്കെ ആയിരുന്നു ഫോറസ്റ്റിൽ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും റോഡ് വേണം. റോഡ് ഒരു വികസനത്തിൻ്റെ സന്ദേശമായിട്ട്, ഒരു സർക്കാരിൻ്റെ വികസനം നാട്ടുകാരിൽ എത്തിച്ചു എന്നറിയുന്നത് കാട്ടിക്കൂടെ റോഡ് ഉണ്ടാക്കിക്കൊണ്ടാണ്. കാടിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി പെടുത്തു. അപ്പോൾ നീളത്തിലൊരു റോഡ് ഉണ്ടാക്കുമ്പോൾ വനം രണ്ടായിട്ട് മുറിഞ്ഞു പോകണം. അതിലൂടെ ബുള്ളറ്റ് പോലത്തെ ഭയങ്കര ശബ്ദമുള്ള, ടൗണിൽ പോലും നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ മൃഗങ്ങൾ അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന പിരിമുറുക്കം, ഞെട്ടൽ മാറാതെ ചാടി എങ്ങോട്ടെങ്കിലും പോവാണ്. അതുകൂടാതെ കോറികൾ, അധികൃതവും അനധികൃതമായിട്ടുള്ള കോറികൾ ധാരാളം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി പോലത്തെ കമ്മിറ്റികൾ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കത്തിച്ചു കളഞ്ഞു. അതിനെതിരെ ജനരോഷമുണ്ടായി. ഇത് എന്തിനു വേണ്ടി ഇദ്ദേഹം ഇത് ഉണ്ടാക്കി ആരും അന്വേഷിച്ചില്ല. അപ്പോൾ ഇങ്ങനെ കോറികൾ പ്രകമ്പനം കൊള്ളുമ്പോൾ ഒരു മലയുടെ ഒരു സൈഡിൽ കോറി പൊട്ടുമ്പോൾ മറുവശത്തിരിക്കുന്ന മൃഗങ്ങൾ തന്നെ ഞെട്ടിപ്പോവാണ്. അവർ ചാടി പുറത്തേക്ക് വരികയാണ്. എങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. മൃഗം പുറത്തിറങ്ങിയ ഉടനെ മയക്കുവെടി വയ്ക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ പത്രക്കാരടക്കം മീഡിയ അടക്കം എല്ലാം 24 hours ഇതിനെ വാച്ചിങ് ആണ്. ക്യാമറ കണ്ണുകൾ ഇതിനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മൃഗം ഒരു ആന ഞെട്ടി വഴിയേറ്റി പുറത്തേക്ക് ഇറങ്ങിയാൽ അതിന് സമാധാനമായിട്ട് തിരിച്ചു പോകാനുള്ളൊരു അവസരമില്ല. അതിനു മുമ്പ് ആൾക്കാർ ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ ഉടനെ എല്ലാവരും പറയും ഉടനെ ആനയെ വെടിവെക്കണം. പിറ്റേ ദിവസം ആനയെ വെടിവെച്ചാൽ ആനയ്ക്ക് എന്തെങ്കിലും ചരിഞ്ഞാൽ ആനയെ ചരിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണെന്ന് പറയും. അപ്പോൾ ഒരു വളരെ പ്രതിസന്ധിയിലാണ്. നമ്മൾ വടക്കംപാട്ടിൽ പറയില്ല, കൊണ്ട് നടന്നതും ചാപ്പ നീയെ കൊണ്ടേ കൊല്ലിച്ചതും ചാപ്പ എന്ന് പറയുന്ന പോലെ നമ്മൾ ജനങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ശാശ്വതമായിട്ടിരുന്ന് ഒരുമിച്ച്, ഇത് ഒരാളുടെ സ്വന്തം കാര്യമല്ല, ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ താല്പര്യമല്ല, നമ്മുടെ കൂട്ടായിട്ടുള്ള താല്പര്യമാണ് മൃഗങ്ങൾ വേണമെന്നുള്ളത്. തീർച്ചയായും ശ്രീ ഡോക്ടർ ഇന്ത്യൂടൻ, ഇത് ഇങ്ങനെ ഒറ്റയ്ക്കൊരാൾ എടുക്കേണ്ട തീരുമാനമോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ കൊണ്ട് മാത്രം പരിഹാരം കാണേണ്ട വിഷയമല്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഇന്നലെ അല്ലെങ്കിൽ വയനാട് ഇപ്പോൾ ഉണ്ടായ ആനയിറങ്ങിയ ഒരാളുടെ ജീവൻ നഷ്ടമായ സംഭവം മാത്രമല്ല, എത്രയോ മേഖലകളിൽ എത്രയോ വർഷങ്ങളായി ഈ പ്രതിസന്ധി കേരളം അനുഭവിക്കുന്നു. ഈ ഇപ്പോൾ ആന പോലെ ഒരു വലിയ ജീവി ഇറങ്ങിയതുകൊണ്ട് അത് ക്യാമറ കണ്ണുകളിലൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഒരു വാസ്തവമാണ്. മറ്റൊന്ന്, ഈ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയുടെ ശല്യം കാരണം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന, ജീവൻ വഴിമുട്ടിപ്പോയ എത്രയോ കർഷകരുണ്ട്, എത്രയോ ആളുകളുണ്ട്. ഇവർക്കൊക്കെ മുൻപിലേക്ക് വെക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരുകൾക്ക് ഒരു ശാശ്വത പരിഹാരം, അല്ലെങ്കിൽ പരിഹാരം കാണേണ്ടത് സർക്കാർ നേതൃത്വം തന്നെയാണ്, അല്ലാതെ മറ്റാർക്കും അതിലൊരു ശാശ്വത പരിഹാരത്തിലേക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ ഒരു പ്രധാന ചോദ്യം. അതിന് മറുപടി എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് എം.എൻ. ജയചന്ദ്രൻ, അദ്ദേഹത്തിന് അതിൽ കുറച്ചുകൂടി വ്യക്തമായ മറുപടി പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ശേഖരൻ സാർ, താങ്കളുടെ ശബ്ദത്തിൽ മ്യൂട്ടാണെന്ന് തോന്നുന്നു, അൺമ്യൂട്ട് ചെയ്താൽ. കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയും കാലാകാലങ്ങളിൽ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മിറ്റിഗേഷൻസ്, അതേപോലെ അതിൻ്റെ പരിഹാര മാർഗങ്ങള് നമുക്ക് ഏതെങ്കിലും കാലത്തിൽ ചെറുതായിട്ടെങ്കിലും നമ്മളെ ശല്യപ്പെടുത്തുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ അതിനെതിരെ സമരം ചെയ്തുകൊണ്ട് നിരസിക്കുന്നതിന് പകരം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിലും മൊത്തം സമൂഹത്തിന് അനുകൂലമാണ് എങ്കിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയും വളർത്തിക്കൊണ്ടുവരണം. ഞാനിത് പറയാൻ കാരണം, ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച ഇന്ത്യൂടൻ സാർ ഒരു കാര്യം സൂചിപ്പിച്ചു, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം. കാരണം പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള 25 കോടി ജനങ്ങളുടെ സംരക്ഷണമാണ്. ആ 25 കോടി ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു റിപ്പോർട്ട് മുന്നോട്ട് വെച്ചപ്പോൾ നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ മാത്രമാണ് അതിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തിക്കൊണ്ട്, അതേപോലെ സംഘടിത വോട്ടിന്റെ ബാങ്കിന്റെ മുമ്പിൽ നമ്മുടെ ഭരണകൂടം മുട്ടുകുത്തിക്കൊണ്ട് ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു.
വളരെ വ്യക്തി ഞാൻ ഓർക്കുന്നു. കാരണം ഞാൻ ആ കാലഘട്ടത്തിൽ അതിന്റെ മുമ്പിൽ നിന്ന ഒരാളത് നടപ്പാക്കണം എന്ന് പറഞ്ഞു. 2010 തന്നെ സുലൈമാൻ ഗാർഗിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് അനധിവിദൂര ഭാവിയിൽ അതിഭീകരമായ ഒരു പ്രകൃതിക്ഷോഭമായിരിക്കും കേരളം നേരിടാൻ പോകുന്നത്. അതിനെ ഒന്ന് പരിഹരിക്കുക എന്നുള്ളതല്ല, ലഘൂകരിക്കാൻ ഈ റിപ്പോർട്ട് സഹായിക്കുന്ന പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന് ഭ്രാന്താണെന്നും പറഞ്ഞ് കളിയാക്കി. 2018 സ്ഥിതി എന്തായി? പക്ഷെ നമ്മൾ പഠിച്ചോ? നമ്മൾ പഠിച്ചില്ല. ഇപ്പം നമ്മുടെ ഈ വയനാട്ടിലെ വിഷയത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് വന്നാല്, നമ്മൾ നോക്കിയാല് അവിടെ ഒരു ആന ഇറങ്ങി, അത് അതിദാരുണമായ സംഭവമായിട്ട് ഒരാൾ മരിച്ചു. അതൊക്കെ വളരെ സങ്കടകരമായ, നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ചെയ്യുന്നത് എന്താണ്? ആനയെ വെടിവെച്ച് കൊല്ലണം. ഒരാനയെ വെടിവെച്ച് കൊന്നാൽ തീരുന്ന പ്രശ്നമാണോ ഇത്? ഒരിക്കലുമല്ല. പകരം അതിന് ശാശ്വതമായൊരു പരിഹാരമാണ് കാണുന്നത്. അതിന് പകരം ഞാൻ ഇന്ന് കണ്ടു, അവിടെ സംസ്കാര ശുശ്രൂഷയിൽ പോലും ചില വൈദികരുടെ ഭാഷയൊക്കെ ഒരു തീ ആളിക്കത്തിക്കുന്ന രീതിക്കുള്ള ഭാഷയായിട്ട് തോന്നി. അപ്പൊ ഇതിൽ നിന്ന് മാറി ഒരു സമവായത്തിലൂടെയും ജനങ്ങളെ ശാന്തരാക്കിക്കൊണ്ട് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പരിഹാരം നമുക്ക് മുന്നോട്ട് പോയിക്കാൻ സാധിക്കണം. നമ്മളിപ്പോ സങ്കടപ്പെടുന്നുണ്ടല്ലോ വയനാടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. വയനാട് യഥാർത്ഥത്തിലുള്ള ചിത്രം എന്തായിരുന്നു? നമ്മളൊരു 50 വർഷം കുടിയേറ്റ കാലഘട്ടത്തിന്റെ പുറകോട്ട് നമ്മളൊന്ന് പോയി നോക്കി. വയനാട്ടില് ഏതാണ്ട് 80% വനവാസികളും 85% ഭൂമി അവരുടെ ആയിരുന്നു. ഇന്ന് അവർക്കൊരു തുണ്ട് ഭൂമിയോ അവരുടെ ജനസംഖ്യ 20% കുറഞ്ഞു. ആരാ ഉത്തരവാദി? അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ സംഘർഷത്തിന് ആക്കം കൂട്ടുന്നില്ലേ? വനവാസി സമൂഹത്തിന്റെ ജീവിതശൈലി എന്ന് പറയുന്നത് ഒരിക്കലും വന്യജീവികളോ വനവുമായിട്ട് സംഘർഷത്തിലല്ല. അവരുടെ ജീവിതം അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നടത്തിയിരുന്നത്. എന്തുകൊണ്ട് നമുക്ക് ആ ജീവിതശൈലി ആവിഷ്കരിച്ചുകൂടാ? ഒരു സഹവർത്തിത്വത്തിന്റെ ജീവിതശൈലിയിലേക്ക് നമുക്ക് കടന്നുകൂടാ? അപ്പൊ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും. മറ്റൊന്ന്, ഇപ്പൊ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ വികസനമായിട്ട് കണക്കാക്കുന്നത്? ഒരു കാരണവശാലും 40 ഡിഗ്രിയിൽ കൂടുതൽ ചെരുവുള്ള പ്രദേശങ്ങളിൽ വൻ കെട്ടിടങ്ങളോ റോഡുകളോ മലയിടിച്ചുകളുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അതേപോലുള്ള കൃഷി രീതികൾ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യണമെന്ന് വാശി പിടിച്ചുകൊണ്ട് റോഡ് തടഞ്ഞ് ഫോറസ്റ്റുകാരുടെ ജീപ്പ് കത്തിച്ച് ഫോറസ്റ്റുകാരെ വഴി തടഞ്ഞു നിർത്തി നമ്മൾ മനഃപൂർവ്വം ബഹളമുണ്ടാക്കി ഒരു കലാപാന്തരീക്ഷം ഉണ്ടാക്കി അത് തിരുത്തിച്ചവരാണ്. പക്ഷെ ഇത് ആർക്കാ പോയത്? ഈ കൃഷി ചെയ്ത ഈ ജനവിഭാഗം തന്നെ അതിന്റെ എല്ലാ കെടുതികളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ അഗ്രികൾച്ചർ പാറ്റേൺ മാറ്റണമെന്ന് പറഞ്ഞു. അഗ്രികൾച്ചർ പാറ്റേൺ മാറ്റണമെന്ന് പറഞ്ഞ എന്തിനാ? മലയോര പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെയൊക്കെ ആവാസ കേന്ദ്രത്തില് കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്താൽ സ്വാഭാവികമായിട്ടും കാട്ടുപന്നികളെ ആകർഷിക്കപ്പെടും. ആ കാട്ടുപന്നികൾ ഇറങ്ങിക്കഴിയുമ്പോൾ അതിനെ വെടിവെച്ച് കൊന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഒരിക്കലും പരിഹരിക്കപ്പെടില്ല. കാരണം കാട്ടുപന്നിയെ നമ്മൾ വെടിവെച്ച് കൊന്ന് തീർത്തു കഴിഞ്ഞാൽ അടുത്തത് ഇറങ്ങുന്നത് അതിന്റെ പ്രഡേറ്റർ ആയിട്ടുള്ള ഒരു വന്യജീവിയായിരിക്കും ഇറങ്ങുന്നത്. കാരണം ഇതൊരു ചെയിനാണ്. ആ ചെയിനിലെ ഏറ്റവും അവസാനത്തെ കണ്ണി മാത്രമാണ് മനുഷ്യൻ. അപ്പൊ ഇടയ്ക്കുള്ള കണ്ണി മുറിഞ്ഞു പോയാൽ, ആ കണ്ണി ബലപ്പെടുത്തുന്നതിന് വരെ മുറിഞ്ഞു പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ താളക്രമവും നമ്മുടെ ഫുഡ് ചെയിനുമായിരിക്കും തകരുന്നത്. അത് നമ്മുടെ ഈ ഭൂമിയിലെ ആവാസത്തെയും നമ്മുടെ ജീവിതത്തെയും തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇത് നമ്മൾ വ്യക്തമായിട്ട് സ്കൂൾ തലം തൊട്ട് പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളില് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം മാത്രമേ സാധിക്കുള്ളൂ എന്ന ബോധവൽക്കരണത്തിലൂടെയും അനുഭവ പാഠങ്ങളിലൂടെയും ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കേണ്ടവർ അതിനെതിരെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ന് തന്നെ ഇപ്പൊ മാനന്തവാടിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തിയേക്കുക. അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആ മോഴയാന അത് നാട്ടിലിറങ്ങി അതൊരാൾ മരിക്കാനുള്ള സംഭവം ഉണ്ടായി. അതിനിപ്പോ പാതിരാത്രി തന്നെ വെടിവെച്ചിട്ട് വന്നിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യം ഒരു നിയമവാഴ്ചയുള്ള രാഷ്ട്രമല്ലേ?
അതിന് വ്യക്തമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടരുത് എന്ന് പറഞ്ഞ് നമ്മൾ സമരം ചെയ്യേണ്ടി വരും. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് റോഡ് ആക്സിഡന്റില്ല. അതുകൊണ്ട് ഒറ്റ വണ്ടി ഇനി റോഡിൽ കൂടെ ഓടിക്കരുതെന്ന് പറഞ്ഞ് നമുക്ക് റോഡിൽ ഇറങ്ങി സമരം ചെയ്യാൻ പറ്റില്ലല്ലോ. അതേപോലെ എത്ര മനുഷ്യനിർമ്മിത കാരണങ്ങൾ കൊണ്ട് എന്തോരം മരണങ്ങൾ സംഭവിക്കുന്നു. അതുണ്ടാവരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അതിന് പകരം ഈ ഒരു ആന വന്ന് അവിടെ ഒരു വിഷയം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു നിർത്തിയാൽ സംഭവിക്കാവുന്നത് എന്താ? പരിഹാരം ചെയ്യേണ്ടവരാണ് ഇവര്. ആ പരിഹാരം ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ അതാണ് പലപ്പോഴും ഇത്തരം സമ്മർദ്ദങ്ങൾ അത് ഉദ്യോഗസ്ഥർക്ക് മേലും സർക്കാർ നേതൃത്വമേലും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ പി വി ഗിരിദാസ് താങ്കൾക്ക് അക്കാര്യത്തിൽ കുറച്ചുകൂടി കൃത്യമായ മറുപടി പറയാൻ സാധിക്കും. കാരണം ഈ വന്യജീവികളെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണം എങ്ങനെയാകണം എന്നൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇത്തരം സമ്മർദ്ദങ്ങൾ, നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികളൊക്കെ പറഞ്ഞതുപോലെ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, വോട്ട് ബാങ്കിൽ ഭയന്നുള്ള സമ്മർദ്ദങ്ങൾ, ഇതിനൊക്കെ വഴങ്ങി പലപ്പോഴും പല നടപടികളും സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. അത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് കൂടുതൽ സംഘർഷം രൂക്ഷമാവുകയും അല്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ പോവുക മാത്രമല്ലേ ചെയ്യുക? ശ്രീ ഗിരിദാസ്. നമസ്കാരം. നമുക്കറിയാം കഴിഞ്ഞ 2023 ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റിൽ നിയമം പാസാക്കി. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ അമെന്റ്മെന്റ് വന്നു. അതിൽ 39 അമെന്റ്മെന്റ് സെക്ഷൻ 39 പറയുന്നത് ഇത്തരം പ്രശ്നക്കാരായ ആനകളെ പിടിച്ച്, അല്ലെങ്കിൽ ആനയോ ഏത് വൈൽഡ് ആനിമൽ ആയിക്കോട്ടെ, പിടിച്ച് കെയർ ചെയ്യാനാണ് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാരും കാണുന്നില്ല. അത് കണ്ടാൽ അതിൽ മനസ്സിലാക്കും. കാരണം ഇതിലെ ഗവൺമെന്റ് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 39 പറഞ്ഞിട്ടുണ്ട്. അതൊരു അമെന്റ്മെന്റ്, 4ാമത്തെ അമെന്റ്മെന്റ് ആയിട്ട് പറയും, വേറെ എനി സച്ച് ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ലൈവ് അനിമൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ എൻഷുർ ദാറ്റ് it should be housed or cared by the Rakhine Zoo or any other rescue center when it cannot be released in natural habitat. അത് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് വെറുതെ അത് പറഞ്ഞല്ല. ഇത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ മരണത്തിന് ഇടയാക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ കെയർ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയത് അതിന് കാണാതെ പോകരുത്. സത്യത്തില് അങ്ങനെയുള്ള അവസരത്തില് ഇപ്പൊ നമുക്കറിയാം ഈ ആന, മോഴ ആനേനെ കർണാടകയിൽ നിന്ന് പിടിച്ചു, അത് റിലീസ് ചെയ്യാണ്. അത് NGOകളുടെ നിർബന്ധപൂർവ്വം കഴുത്തില് റേഡിയോ കോൺക്രീറ്റ് റിലീസ് ചെയ്യാണ് ചെയ്യണത്. അത് വന്ന് വേറെ അവിടെ ഒരു സ്ത്രീയെ കൊന്നതിന് ശേഷം അവിടെ പിടിച്ചതാണ്. എന്നിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ട് വീണ്ടും അത് വയനാട്ടിൽ വന്നു, ഇവിടെ വന്ന് ആളെ കൊണ്ടുവന്നു. അപ്പൊ ഇത്തരം ആനകളെ നമ്മള് പിടിച്ച് കെയർ ചെയ്യേണ്ടതിന് പകരം കാട്ടിലേക്ക് തന്നെ വീണ്ടും തള്ളിവിടുമ്പോൾ വീണ്ടും ഒരു മരണം അല്ലെങ്കിൽ മറ്റൊരു ഇൻസിഡന്റ് സാധ്യതയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഗവൺമെന്റുകളുടെ ആവശ്യമായിരിക്കണം. അവര് ഇത്തരം കാര്യങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ നിയമം പാസ്സാക്കിയിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള ആനകളെ പിടിച്ച് റെസ്ക്യൂ സെന്ററിലോ അല്ലെങ്കിൽ എവിടെയോ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക്, അല്ലെങ്കിൽ ഇനി കൂടുതൽ എന്നും നമുക്കറിയാം തൃശ്ശൂർ മേഖലയിലായാലും വയനാടായാലും ഇടുക്കിയിലായാലും എന്നും അല്ലെങ്കിൽ പാലക്കാടായാലും എന്നും വന്യമൃഗങ്ങളുടെ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക. അതിന് വേണ്ടത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന എല്ലാവരും കൂടി ഒരു വേദിയിലിരുന്ന് അതിന്റെ ഒരു പരിഹാര മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പൊ ഗവൺമെന്റിന് ചെയ്യാവുന്ന ഒരു കാര്യം. കാര്യത്തില് ഇത് ഒരു കുടത്തിന്റെ ഓട്ട പുറത്ത് നടച്ചിട്ട് ഒരു കാര്യമില്ല, അത് ഉള്ളിൽ തന്നെ അടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇരുന്ന് കൂട്ടായിരുന്നൊരു ചർച്ചയുടെ മാത്രം നമുക്ക് അത് കണ്ടെത്തുകയും അതിനൊരു പരിഹാരം പറഞ്ഞാൽ വരും തലമുറയ്ക്ക്, അല്ലെങ്കിൽ അത് കൂടുതൽ വന്യമൃഗങ്ങൾ എണ്ണം കൂടുമ്പോൾ കൂടുതൽ മാൻ അനിമൽ അനിമൽ കോൺഫ്ലിക്ട്, വൈൽഡ് അനിമൽ കോൺഫ്ലിക്ട് കൂടാൻ സാധ്യതയുണ്ട്. അത് കുറയ്ക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിയമം നമുക്ക് വേണ്ടി അനുസൃതമായ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അത് ആരും കാണാതെ പോരുന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ശ്രീ രാജേഷ് വടക്കന്തറ, ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്താണ് ഇത് മറികടക്കാനുള്ള പോംവഴിയെന്ന് ചിന്തിക്കുക. ഇത് നേരത്തെ പറഞ്ഞല്ലോ, ആന ഒരു വലിയ ജീവി ആയതുകൊണ്ടും വാർത്തയിൽ ഇടം പിടിക്കുന്നതുകൊണ്ടും അത് വലിയ ചർച്ചയാകുന്നു. ഈ ആനയല്ലാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങിയിട്ട് കാലം കുറയായി. അപ്പോഴും ഇത്തരം ശാശ്വതമായ ചർച്ചകളിലേക്കോ പരിഹാരങ്ങളിലേക്കോ കടക്കുന്നതായി നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഫ്രജൈൽ എക്കോസിസ്റ്റം ആണ് ഇവിടുന്ന്. കുറുക്കൻ ഇപ്പൊ എക്സ്റ്റിങ്ക്ട് ആണ്. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ആ ജീവി. ഇന്ത്യൻ ചീത്ത വൈൽഡ് ലൈഫിൽ എക്സ്റ്റിങ്ക്ട് ആണ്. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ഇപ്പൊ ആഫ്രിക്കൻ ചീത്തയെ കൊണ്ടുവന്നിട്ട് നമ്മൾ മധ്യപ്രദേശ് ന്യൂയോർക്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി ഈ ക്ലൈമറ്റ് അവർ സർവൈവ് ചെയ്തു.
മൂന്നാറിലെ കോഫി പ്ലാന്റേഷൻ, ടീ പ്ലാന്റേഷൻസ് ഉണ്ട്, മാക്സിമം ടീ പ്ലാന്റേഷൻ, അവിടെയൊക്കെ വൈൽഡ് ലൈഫ് ആയിരുന്നു. എങ്ങനെ അത് പോയി? എങ്ങനെ നഷ്ടപ്പെട്ടു? അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? മയിലുകളൊക്കെ ഇന്ന് നാട്ടിലാണ്. എന്തുകൊണ്ട് വന്നു? ഇന്ന് നെൽകർഷകർക്ക് മയിൽ ഭീഷണിയാണെന്നാ പറയും. എന്തുകൊണ്ട് മയിൽ നാട്ടിലേക്ക് വന്നു? കാലാവസ്ഥാ വ്യതിയാനവും അതേപോലെ അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് വരുന്നത്. ഇതുപോലെ തന്നെയാണ് പല വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അതിന് കാരണങ്ങൾ, വ്യക്തമായ കാരണങ്ങളുണ്ട്. അപ്പൊ അത് പരിഹരിക്കാൻ നമ്മൾ കൂട്ടായ ചർച്ച വേണം. പിന്നെ നിയമങ്ങൾ നമ്മൾക്ക് നടക്കും. ഈ നിയമങ്ങളുടെ പ്രാരംഭഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം എന്തുകൊണ്ടാണ് വന്യജീവികൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത്? അതിന് ഇന്നും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിലനിൽക്കുകയാണ്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ്? അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇന്നേ വരെ. നമ്മളെപ്പോഴും നിയമങ്ങളുടെ വശങ്ങളിലേക്ക് പോകുന്നത് നല്ല കാര്യം, പക്ഷെ നിയമങ്ങൾക്ക് മുമ്പ് നമുക്കൊരു പഠനം നടത്തേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് വന്നത്? അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് നിയമങ്ങളുടെ വശങ്ങളിലേക്ക് പോകാം. തീർച്ചയായും അതുതന്നെയാണ് ചർച്ചയുണ്ട്. ഐസൻ, എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഇതിൽ കുറച്ചുകൂടി കൂടുതൽ വ്യക്തമായ ചോദ്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ കാര്യത്തിൽ കുറേ കൂടെ കൃത്യമായൊരു മറുപടി ഗിരിദാസ് സാറിൻ്റെ, ഡോക്ടർ ഗിരിദാസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഈ പഠനങ്ങളുടെ ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ ഈ പഠനങ്ങൾ നടക്കുന്നതിൽ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു പക്ഷേ PK ഗിരിദാസിനൊക്കെ, ഡോക്ടർ ഗിരിദാസിനൊക്കെ വളരെ കൃത്യമായത് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഡോക്ടർ ഗിരിദാസ്, ഈ പഠനങ്ങൾ, അത് ആനകളുടെ എണ്ണം ഒരു ജീവിയെ മാത്രം എടുക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആനകൾ ആണ് അതിൻ്റെ ഏറ്റവും കൂടുതലുള്ള പ്രശ്നങ്ങളുണ്ട്. കടുവകളുണ്ട്, എന്നാൽ ഈ അടുത്ത കാലങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നത് ആന ഇറങ്ങുന്ന പ്രശ്നങ്ങളാണ്. ഇന്ന് നിരവധി ഇടങ്ങളിൽ, കേരളത്തിൽ പലയിടങ്ങളിലും ആന ഇറങ്ങിയൊരു പ്രശ്നമുണ്ടായപ്പോൾ ഈ ആന ഇറങ്ങുന്നതിൻ്റെ സാഹചര്യം എന്താണ്? നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ചില പ്രത്യേക സ്വഭാവമുള്ള, ഇപ്പോൾ നാട്ടിലിറങ്ങുന്ന സ്വഭാവമുള്ള ആന, ഈ ക്രോപ്പ് റൈഡർ, അത്തരം രീതിയിലുള്ള ഈ നാട്ടിലിറങ്ങി ശല്യം ചെയ്യുന്ന സ്വഭാവമുള്ള ഒരു ആനയുടെ ക്യാപ്റ്റിവിറ്റിയിൽ കൊണ്ടുവരുന്നതിനുള്ള നിയമ സംവിധാനം നമുക്കുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ അത് സംബന്ധിച്ച നിയമങ്ങളെല്ലാം തന്നെ പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ ചില മിസ്കോറിലേഷൻസ് ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ആനകളുടെ സർവേ, എണ്ണം എടുക്കുന്നതിൽ ഒരു കൃത്യത നമുക്കുണ്ടോ? കേരളത്തിൽ എത്ര ആനകളുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന മേഖലകളിൽ ആനകളുടെ സാന്നിധ്യം എത്ര കണ്ടുണ്ട്? ഇതിലൊക്കെ കുറേ കൂടെ കൃത്യത വരണമെന്ന് തോന്നുന്നില്ലേ? കാരണം എലഫന്റ് സെൻസസിലെ ഡാറ്റകൾ തന്നെ പലപ്പോഴും വൈരുദ്ധ്യാത്മകമായി മാറാറില്ലേ? അത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ എലഫന്റ് സെൻസസിലെ ഡാറ്റകളെല്ലാം തന്നെ ഇത്തരത്തിലൊരു കോൺട്രഡിക്ടറി ആവുന്നത്? ഡോക്ടർ PK ഗിരിദാസിനോടാണ്. എന്നോടാണോ? ഓക്കെ. നമുക്കറിയാം, നമ്മള് വളരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് അവർ അവതരിപ്പിക്കാറ്. എല്ലാ വർഷം ആവശ്യത്തിന് സെൻസസ് എടുക്കും. ഓരോ അനിമൽസിനെ കുറിച്ച് സെൻസസ് എടുക്കും. ഇപ്പൊ വരയാടിനെ കുറിച്ച് സെൻസസ് എടുക്കും, ആനകളെ കുറിച്ച് സെൻസസ് എടുക്കും. ഇതൊക്കെ ഒരു സാഹചര്യത്തില് അവരെടുക്കുന്ന സെൻസസ് നമുക്ക് കൃത്യമായിട്ട് തരേണ്ടത്. അവിടെ വന്നിട്ടുള്ള കുറവുകളുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ട. പക്ഷെ ആനകളുടെ എണ്ണം പൊതുവെ കൂടിയിരിക്കുകയാണെന്ന് അത് പക്ഷെ ഇതിന്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കർണാടകയിലേക്കോ പോകുന്നത് കാരണം കൊണ്ട് പോപ്പുലേഷനിൽ ഒരു വേരിയേഷൻ എപ്പോഴും പറയും. ഇപ്പൊ വയനാട്ടിലുള്ള ആനകൾ ഒരാഴ്ച കഴിഞ്ഞാൽ അത് ബന്ദിപ്പൂരിലേക്ക് പോകും, അവിടെ നിന്ന് തന്നെ കർണാടക വനത്തിലേക്ക് പോകും. അങ്ങനെ റൊട്ടേഷൻ നിൽക്കുന്ന കേരള ഫോറസ്റ്റിന് ഒരു കൃത്യമായ ഒരു കണക്ക് ഇതുവരെ അവർ അവതരിപ്പിച്ചിട്ടില്ല. ഒരു സാഹചര്യ ഇത് വെച്ചിട്ടുള്ള ഒരു കണക്ക് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ കാലങ്ങളായിട്ട് ഒരു 10 വർഷം 20 വർഷം മുന്നേ പോപ്പുലേഷൻ അല്ല ഇപ്പോഴുള്ളത്. ഇപ്പൊ വളരെയധികം പോപ്പുലേഷൻ കൂടി. കാരണം പണ്ടൊക്കെ നമുക്കറിയാം കാട്ടില് ഒരുപാട് ആനകളെ വേട്ടയാടിയിട്ടും പല രീതിയിലും ഇപ്പൊ അതൊക്കെ നന്നായി കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് അതിനനുസരിച്ച് പോപ്പുലേഷൻ കൂടുന്നുണ്ട്. അതാണല്ലോ ഇപ്പൊ ആസൻ ഏരിയയിലൊക്കെ ഒരുപാട് ആനകൾ കൂടിയത് കൊണ്ടാണ് അവിടെ ഇന്നും പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണ് അവിടെ നിന്ന് പിടിച്ച് നമ്മുടെ ബന്ദിപ്പൂർ മേഖലയിൽ കൊണ്ടുവിടുന്നത്. ഇത് കർണാടക ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് നമ്മളിപ്പോ ഒരു ആനയെ പിടിച്ച് നേരെ കൊണ്ട് നമ്മൾ തേക്കടി വനമേഖലയിൽ വിട്ട് അത് പിന്നെ അതൊന്ന് പോയി. പക്ഷെ ഇത് എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിനെ പിടിച്ച് കൈകാര്യം ചെയ്യുന്നതിന് പകരം നമ്മള് കോടതിയുടെ നിയമത്തിന്റെ ഇതിൽ കൊണ്ടുവന്ന് അതിനെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ വിടാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് വീണ്ടും പ്രശ്നക്കാരായി വരുമ്പോഴാണ് നമുക്കുള്ള വിഷമം. കാരണം വെച്ചാല് അത് കാട്ടില് ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് എങ്കിൽ നമ്മൾ അതിനെ ഒന്നും ചർച്ച ചെയ്യില്ലല്ലോ. ഇപ്പൊ ഈ വന്ന 2 ആനയും, ഈ വയനാട് വന്ന 2 ആനയും ഇതേപോലെ പിടിച്ച് റേഡിയോ കോളറിട്ട വന്ന ആനകളാണ്. അപ്പൊ അതിന് എന്തൊരു സൊല്യൂഷൻ കാണണം എന്ന് പറഞ്ഞാൽ നമ്മള് പ്രകൃതി സ്നേഹികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണ്ടേ? ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞ ശേഷം നമ്മൾ ചർച്ചയിലിരിക്കുമ്പോൾ എന്താണ് ഒരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത്? ഇത്തരം ആനകളെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ആൻസസ്റ്റേഴ്സ് നമ്മളെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരുമോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിത്.
കാരണം എന്തുകൊണ്ടാണ് കാട്ടാനകൾ എങ്ങനെ നാട്ടാനകളായി എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം നമുക്കിവിടെ എന്തായാലും ആനകളുടെ ആവശ്യമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ആനകൾ ഉള്ളത് കൊണ്ടാണല്ലോ, നാട്ടാന ഉള്ളത് കൊണ്ടാണ് കാട്ടാനേനെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പൊ മറ്റുള്ള മൃഗത്തിനേക്കാളും കൂടുതൽ ജനം ഇഷ്ടപ്പെടുന്നതും നാട്ടാനയെ കണ്ട് പരിചയിച്ചുകൊണ്ട് മാത്രമാണ് കാട്ടാനനെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നാട്ടാനയുടെ എണ്ണം കൂട്ടുക, കുങ്കിയാനകളുടെ എണ്ണം കൂട്ടുക, ഇത്തരം എണ്ണം കൂട്ടുമ്പോൾ നമ്മൾ എല്ലാ ആനയും കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരാൻ പറയല്ല, പ്രശ്നക്കാരായ ആനകളെ പിടിച്ചുകൊണ്ടുവന്ന് അതിന് വിശദമായ ആവശ്യമായ ട്രെയിനിങ് കൊടുത്ത് കുങ്കിയാനകളാക്കി മാറ്റുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതിൽ ഒരു തെറ്റില്ലാത്തൊരു കാര്യം വീണ്ടും വീണ്ടും നമ്മൾ പറയണം, അതിന് കഴുത്തിൽ കോളറിട്ട് വീണ്ടും കാട്ടിങ്ങനെ തിരിച്ചുവിടുക, അത് വീണ്ടും വരുന്ന പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത്തരം സാഹചര്യം ഒഴിവാക്കാനാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം മനുഷ്യ ജീവനാണ് പ്രധാനപ്പെട്ടത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അത് എല്ലാവരും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും എല്ലാ ആനകളെയും കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ നമ്മൾ പറയുന്നില്ല. പ്രശ്നക്കാരായ ആനകളെ പിടിച്ച് ആവശ്യമായ ട്രെയിനിങ് കുങ്കിയാനകളാക്കണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവർ കുഴപ്പക്കാരാകുന്നതെന്ന ചോദ്യമാണ് എപ്പോഴും അവശേഷിക്കുന്നത്. ഒരു നിമിഷം, ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. അതിനുശേഷം താങ്കളിലേക്ക് മടങ്ങി നമുക്ക് വേണ്ട ഉത്തരം എന്തുകൊണ്ടാണ് ഇത്തരം വന്യമൃഗങ്ങൾ പ്രശ്നക്കാരാകുന്നത്, അവരെന്തുകൊണ്ട് ശല്യമാകുന്നു എന്നതിനാണ് നമ്മൾ ഉത്തരം തേടുന്നത്. എന്തുകൊണ്ട് ശാശ്വത പരിഹാരമില്ല എന്ന ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം തേടുന്നത്. അതിലേക്ക് തന്നെ മടങ്ങിയെത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഐസൻ ജോസ്, താങ്കൾക്ക് ഇക്കാര്യത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും ഉമേഷ്, ഈ വിഷയത്തിൽ ഇപ്പോൾ ഡോക്ടർ ഗിരിദാസ് പറഞ്ഞ വിഷയത്തിൽ ആനകളെ കുറേയൊക്കെ ആനകളുടെ കാട്ടിലെ സ്ട്രെങ്ത് കുറയ്ക്കണം എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അദ്ദേഹം. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അതായത് ക്യാപ്റ്റിവിറ്റിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്, കൺട്രോൾഡ് ക്യാപ്റ്റിവിറ്റി എല്ലാം തന്നെ ഈ ചില ആനകളുടെ പ്രശ്നങ്ങളിൽ അത് ആവശ്യവുമാണ്. ഇക്കാര്യത്തിൽ കുറേ കൂടെ കാര്യക്ഷമമായ ഒരു മറുപടി നൽകാൻ VK വെങ്കടാചലത്തിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നാട്ടാനകളുടെ ഒരു പരിപാലനത്തിലൂടെ അല്ലെങ്കിൽ നാട്ടാനകളാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു സെമി വൈൽഡ് നേച്ചറിലേക്ക്, അതായത് കാട്ടിൽ തന്നെ ആനകളെ കാട്ടിലെ ഒരു സ്വഭാവ രീതിയിൽ തന്നെ ക്യാപ്റ്റിവിറ്റിയിൽ നിർത്തുന്ന, അതായത് കുങ്കിയാനകളെയൊക്കെ പോലെ തന്നെ ഫോറസ്റ്റിൻ്റെ കൈവശമാക്കി അതിനെ നിയന്ത്രിച്ച് നിർത്തുന്ന ചില സംവിധാനങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് പ്രായോഗികമാണ് എന്നൊരു നിഗമനങ്ങളുണ്ട് ചില വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റുകളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഈ ആനപ്പിടുത്തം പോലുള്ളൊരു വിഷയത്തിലേക്ക് നീങ്ങി പരിഹാരം കാണേണ്ട ഒരു പ്രശ്നമാണോ ഇത്? VK വെങ്കടാചലത്തിന് എന്ത് തോന്നുന്നു ഇക്കാര്യത്തിൽ? എനിക്ക് ആദ്യം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ ഡോക്ടർ PB ഗിരിദാസൻ്റെ പേരിനോടൊപ്പം എഴുതി കാണിക്കുന്ന ഡെസിഗ്നേഷനിൽ വലിയ തെറ്റിദ്ധാരണയുണ്ട്. പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ളൊരു സംവിധാനമാണ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. അതിൽ ഗിരിദാസൻ അംഗമാണെന്ന് ഇന്നലെ ഇറങ്ങിയിട്ടുള്ള അവരുടെ നോട്ടിഫിക്കേഷനിൽ പോലും പരാമർശമില്ല. എൻ്റെ അറിവിൽ PB ഗിരിദാസൻ എന്ന് പറയുന്ന സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിലത്തെ ഉദ്യോഗസ്ഥൻ സംസ്ഥാന മൃഗക്ഷേമ ബോർഡിൽ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഒരു നോമിനി മാത്രമാണ്. അപ്പോൾ ഈ ചാനലിൽ അങ്ങേര് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൽ അംഗമാണെന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് പെട്ടെന്ന് അങ്ങേര് അതിൽ അംഗമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൽ അംഗമല്ലെങ്കിൽ ആ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൽ അംഗമാണ് എന്ന് എഴുതി കാണിക്കുന്നത് ദയവായിട്ട് നിർത്തണം. അങ്ങേര് എൻ്റെ അറിവിൽ കേന്ദ്ര മൃഗക്ഷേമ ബോർഡിൻ്റെ നോമിനിയായിട്ട് സംസ്ഥാന മൃഗക്ഷേമ ബോർഡിൽ കാര്യം പരിശോധിക്കാം. ശ്രീ വെങ്കടാചലം, താങ്കളിലേക്ക് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പറയാം. അതെന്താ വെച്ചാൽ ഈ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം പോലും പുറത്തിറക്കിയ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ആനകളും മറ്റു വന്യജീവികളും കാടിൽ ജീവിക്കാൻ പര്യാപ്തമായ സാഹചര്യം ഉണ്ടാക്കലാണ് ഭാരത സർക്കാരിൻ്റെ ഔദ്യോഗിക നയം. ആനകളും വന്യജീവികളും കാടിൽ ജീവിക്കാനായിട്ട് ദൈവം ജന്മം നൽകിയിട്ടുള്ളതാണ്. കാടിൽ ജീവിക്കാൻ ജന്മം നൽകിയിട്ടുള്ള ആനകളെ യാതൊരു കാരണവശാലും നാട്ടിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് അവയെ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നയമല്ല. ഈ അരിക്കൊമ്പൻ്റെ വിഷയത്തിലും സംസ്ഥാന സർക്കാർ പറഞ്ഞത് ആനകളെ പിടികൂടി ബന്ധനസ്ഥനാക്കി കൂട്ടിലിട്ടിടിച്ച് ആനയെ കുങ്കിയാനാക്കുക എന്നുള്ളതും കേരള സർക്കാരിൻ്റെ നയമല്ല എന്ന് ചീഫ് വൈൽഡ് വാർഡനും ഹെഡ് ഓഫ് ഫോറസ്റ്റും സുപ്രീം കോടതി അടക്കം പറഞ്ഞു. പക്ഷേ അതിനെതിരെ മന്ത്രി ഇവരെ പ്രകോപിപ്പിച്ചിട്ട് അതിനെ വീണ്ടും കുങ്കിയാനാക്കണം എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇതേ ഉദ്യോഗസ്ഥന്മാർ തന്നെയുള്ള അവർ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് ആനയെ അരിക്കൊമ്പനെ തുറന്നു വിടാൻ പറഞ്ഞത്. പിന്നെ എന്തിനാണ് അതേ ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദം ചെലുത്തി വീണ്ടും കുങ്കിയാനാക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ടാണ് ഈ അരിക്കൊമ്പനെ പിടികൂടാനായിട്ടുള്ള
അവസാനത്തെ ഉത്തരവ് വനം മന്ത്രിയുടെ ഉത്തരവ് സുപ്രീം കോടതി എടുത്ത് തോട്ടിലിട്ടത്. ഇപ്പൊ ഈ ഗിരിദാസനെ പോലെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ഇമാതിരി അവകാശവാദങ്ങൾ ഉന്നയിച്ച് ആനകളെ പിടികൂടി കുങ്കിയാനയാക്കി കാട്ടിലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറയുന്നത് വലിയൊരു തട്ടിപ്പിന്റെ ഭാഗമാണ്. ഇവർക്ക് ആനകളില് പലവിധ മരുന്നുകള് പരീക്ഷണ ചികിത്സയ്ക്ക് വിധേയാക്കണമെങ്കിൽ ഒരു വേറെ വല്ല വഴി നോക്കണം. ഇന്നത്തെ നിലവിലുള്ള നിയമപ്രകാരം 4 പേര് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോയിട്ട് കേസ് കൊടുത്താൽ ഇവരുടെ ഈ മയക്കുവെടി വയ്ക്കലും ഈ ആനയെ പിടിച്ചു കെട്ടി കൂട്ടിലാക്കി ഇടിക്കലും അതോടെ നിൽക്കും. ഇപ്പോൾ അരിക്കൊമ്പന്റെ കാര്യത്തിൽ കണ്ടുല്ലോ, ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റും ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നാണം കെട്ടും. ഈ ഗിരിദാസനെ പോലുള്ള ഡോക്ടർമാര് ഇനിയെങ്കിലും വന്യജീവികൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സ്ഥലത്ത് ജീവിക്കാനായിട്ട് അനുവദിക്കുന്ന രീതിയിൽ സർക്കാർ ശമ്പളം വാങ്ങിച്ചാൽ മതി. സർക്കാർ ശമ്പളം വാങ്ങിച്ച് കഴിച്ചിട്ട് ആനകളെ പിടികൂടി കുങ്കിയാനകളാക്കി മാറ്റണം എന്ന് പറയുന്നത് ദയവായിട്ട് ഇവർ നിർത്തണം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവര് പിടികൂടാനായിട്ട് വയ്ക്കുന്ന മയക്കുവെടി, ഈ മയക്കുവെടിയിൽ ഉപയോഗിക്കുന്ന മരുന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അല്ലയോ എന്നുള്ളതിന് യാതൊരു അന്വേഷണമോ റിപ്പോർട്ടോ ഇതുവരെ വന്നിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ മയക്കുവെടിത്തോക്ക് ഇവർ വാങ്ങിച്ചു വെച്ചിട്ടുള്ള കുറേ കാലം മുന്നെയാണ്. അതിനോടൊപ്പം കിട്ടുന്ന മരുന്നാണ് ഇവർ ഉപയോഗിക്കേണ്ടത്. സാധാരണ ഈ മയക്കുവെടിത്തോക്കൊക്കെ സാധാരണ യൂറോപ്യൻ കൺട്രീസിൽ ഉപയോഗിക്കുന്നവർ പറഞ്ഞത് അവർക്ക് കൊടുക്കണ മയക്കുവെടിത്തോക്ക് തന്നെയാണ് ഇവിടെ വരുന്നത്. 6 മാസം കഴിഞ്ഞാൽ അവർ ഈ തോക്കും അതിനോടുള്ള മരുന്നും തിരിച്ചയക്കും. ഇവിടെയുള്ള മയക്കുവെടി മരുന്നിന് ഭീകരമായിട്ടുള്ള തെറ്റുണ്ട്. അതുകൊണ്ടാണ് ഈ മയക്കുവെടി കൊണ്ട ആനകൾ ഇവരുടെ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നതും മാത്രമല്ല ഇവർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മയക്കുവെടി വെച്ചിട്ട് അതിന്റെ ന്യൂറോ സിസ്റ്റം തകരാറാവും. അതുകൊണ്ട് ഇനി ഒരു ആനയും മയക്കുവെടി വയ്ക്കാൻ ഞങ്ങളുടെ അടക്കമുള്ള സംഘടനകൾ സമ്മതിക്കില്ല. മാത്രമല്ല എല്ലാ കോടതിയിലും പോയിട്ട് ഞങ്ങൾ തടയും. ഗിരിദാസനെ ആനയെ മയക്കുവെടി വയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് വേടി വെച്ചോ. ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കേരളത്തിലും ഇന്ത്യയിലും വന്യജീവി സംരക്ഷണ പ്രവർത്തകർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കേരളത്തിന് ഒരു ആനയും മയക്കുവെടി വയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മാത്രമല്ല ഇന്ന് ഈ വയനാട്ടിലെ അവിടുത്തെ സഭാധ്യക്ഷന്മാർ പറയണത് വൻ തട്ടിപ്പാണ്. ഇന്നലെ കാലത്ത് ഈ ആള് മരിച്ചപ്പോ അവിടുത്തെ പോലീസുകാരും ഉദ്യോഗസ്ഥരും സെക്കൻഡ് സാറ്റർഡേയുടെ ഉറക്കം കഴിഞ്ഞ് എഴുതിട്ട് വന്നില്ലേ, അവര് ഇന്നലെ കാലത്ത് എത്തി വന്ന് അവിടെ എല്ലാവരെയും പിടിച്ചു നിർത്തിയപ്പോ ഈ ആന ഉള്ളിലേക്ക് കയറിപ്പോയില്ലേ. അതുപോലെ ഉദ്യോഗസ്ഥന്മാര് എമർജൻസിയിൽ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ഇവര് രാവും പകലും ഉദ്യോഗസ്ഥന്മാരും RRTയും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പോലീസും ശ്രദ്ധിച്ചാൽ ഇറങ്ങി വരുന്ന ആനയെ മയക്കുവെടി വെക്കാതെയും വെടിവെക്കാതെയും കാടിനുള്ളിലേക്ക് കയറ്റി വിടാൻ പറ്റും. അതിൽ നടന്നിട്ടുള്ള പരാജയം കൊണ്ടാണ് ഇന്നലെ അവിടെ ആള് മരിച്ചത്. മാത്രമല്ല ചില വീഡിയോസ് നോക്കുമ്പോൾ ഈ മരണപ്പെട്ട മനുഷ്യൻ അയാളുടെ ഒപ്പമുള്ള ആളുകള് ഈ ആനയെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ആന തിരിച്ചു വരുന്നത്. പെട്ടെന്ന് വന്ന് കയറുന്നല്ല, ആന അവിടെ വന്നിട്ട് തിരിച്ചു പോയതാണ്. തിരിച്ചുപോയ ആനയെ പടക്കം എറിഞ്ഞോ എന്തൊക്കെയോ രീതിയിൽ പ്രകോപിച്ചിട്ടാണ് അവർ വീണ്ടും ഇങ്ങോട്ട് കയറി വരുന്നത്. കയറി വന്നിട്ടാണ് ഈ ഒരാള് ആനയുടെ മുമ്പിൽ നിന്ന് ഓടി മാറാൻ രക്ഷപ്പെടാത്തതുകൊണ്ട് അയാൾ മരിച്ചു പോയത്. അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കലൊക്കെ സർക്കാർ ചെയ്തോട്ടെ. പക്ഷേ ഉദ്യോഗസ്ഥന്മാര് ഇന്നലെ പകൽ അവിടെ നിരന്ന് നിന്ന് നാട്ടുകാർക്ക് സംരക്ഷണം കൊടുത്ത ഉദ്യോഗസ്ഥന്മാര് ഇന്നലെ കാലത്തൊരു 4 മണി തൊട്ട് പോലീസും വനംവകുപ്പ് റോട്ടിലിറങ്ങി നിന്നിട്ട് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ മരണം ഉണ്ടാവില്ല. ഗിരിദാസനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാര് ദയവായിട്ട് ഇനി ആനയെ മയക്കുവെടി വെച്ച് പിടിക്കണമെന്ന് പറയരുത്. ഞങ്ങൾ അങ്ങനത്തെ നീക്കങ്ങൾ ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു. മാത്രമല്ല അതല്ല ഇതിനുള്ള പരിഹാരം. ശരിക്കും അവിടെ ചെയ്യേണ്ടത് ഈ വയനാട് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായ സ്ഥലത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവിടെ അനധികൃതമായിട്ട് സർക്കാർ ഇടതുപക്ഷവും വലതുപക്ഷവും കാലങ്ങളായിട്ട് കൊണ്ട് താമസിപ്പിക്കുന്ന ആൾക്കാരെ മുഴുവനും അവിടുന്ന് മാറ്റണം. മാറിപ്പോണ്ടത് ആനയോ വന്യജീവികളല്ല. അവിടെ അനധികൃതമായിട്ട് വോട്ടുണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസും LDFും മാറി മാറി ഭരിച്ചിരുന്നപ്പോ അവിടെ കൊണ്ടിരിച്ച ആൾക്കാരെ മുഴുവൻ അവിടുന്ന് ചുരുങ്ങിയത് 3 കൊല്ലത്തിനുള്ളിൽ മാറ്റിയില്ലെങ്കിൽ അവിടെ ഇതിനും വലിയ പ്രശ്നം ഉണ്ടാവും. അതാണ് ഇതിന്റെ ശരിക്കുള്ള പരിഹാരം. ശരി, ശ്രീ സതീഷ് വസന്ത്, ആനകളെ മയക്കുവെടി ശരി താങ്കളിലേക്ക് മടങ്ങിയെത്താം ശ്രീ വെങ്കടാചലം. അതിന് മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ 2022 മാത്രം വന്യജീവി ആക്രമണത്തിൽ 114 ജീവനുകളാണ് ഇല്ലാതായത്. മാത്രമല്ല ബഡ്ജറ്റിൽ ഏതാണ്ട് 50 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിരുന്നു. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അതുൾപ്പെടെ 280 കോടി രൂപയോളം ബഡ്ജറ്റിൽ ഈ ഇത്തരം വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ നേരിടാൻ വകമാറ്റി വെക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മരണപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ മാത്രമായാണോ ഈ തുക ചെലവഴിക്കേണ്ടത്? എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, വയനാട്ടിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇത്തരം വന്യജീവികൾ ഇറങ്ങുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന ആരോപണമാണ് എപ്പോഴും ഉയരുന്നത്? മാത്രമല്ല
ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ വന്യജീവികളെ അവിടെ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്ക് ആ ഒരു സമ്മർദ്ദം അത് പലപ്പോഴും വനംവകുപ്പിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ആ സമ്മർദ്ദങ്ങൾക്ക് ഒരു പരിധിവരെ വഴങ്ങേണ്ടി വരുന്നുണ്ടെന്ന ആരോപണമാണ് ശക്തമായി ഉയരുന്നത്. ശ്രീ സതീഷ്. നോക്കൂ സുമേഷ്, ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു കോഴിക്കോട്ടുള്ള പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ. ഒരു ആനയെ മയക്ക് വെടി വെച്ചു, അത് തിരികെ കയറ്റിക്കൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ അത് ചരിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ നിയമ നടപടികൾ അവർ കൈക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്ന് പറയുന്നത് അവരും ഒരു മനുഷ്യ ഇതല്ല, അവർ ജീവിക്കാൻ വേണ്ടി ഈ തൊഴിലിന് വന്നതാണ്. ഈ തൊഴിലിന് വന്നപ്പോഴത്തേക്ക് അവർക്കൊക്കെ നിയമ നടപടികൾ ഇടുകയെന്ന് വെച്ചാൽ അവർക്ക് കുടുംബത്തിന് അവർക്ക് പേടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് അവർക്ക് ഇടപെടാനുള്ള ഒരു പരിമിതിയുണ്ട്. പിന്നെ ഇവിടെ ഇതൊക്കെ പറയണമെങ്കിൽ നമ്മൾ വയനാട് പോലെ എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകയിലേക്ക് അതിർത്തി പ്രദേശങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് മാത്രമായിട്ട് കേരളത്തിന് മാത്രമായിട്ട് ഒരു രീതി നമുക്ക് അവലംബിക്കാൻ പറ്റില്ല. ഈ ആനയെ എനിക്ക് തോന്നുന്നു കർണാടക പിടിച്ചിട്ട് അവർ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടിട്ടുള്ളതാണ്. അപ്പം ഈ റേഡിയോ കോളർ ഘടിപ്പിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറയുന്നത് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച കമ്പനിക്കാണ് ഇത് പോണത്, അതിൻ്റെ സിഗ്നൽ പോണത്. ആ സിഗ്നൽ കിട്ടണത് തന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടെന്നൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പം നമ്മളൊരു ശാശ്വത പരിഹാരം. അത് മാത്രമല്ല, ഈ വന്യജീവികൾ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കണക്ക് എന്നെയും കാട്ടി പ്രഗത്ഭന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. കാര്യം ഒരു കണക്കെടുക്കണം. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ ഐസക് പറഞ്ഞ പോലെ ഒരു കണക്കുകൾ കറക്റ്റാണോ എന്ന് നമ്മൾ കണക്കിന്. ഇപ്പോൾ എന്ന് വെച്ചാൽ വന്യജീവികൾ ക്രമാതീതമായി വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു കാടിന് ഉൾക്കൊള്ളണയും കാട്ടി കൂടുതൽ വന്നിട്ടുണ്ട് എന്നാണ് കണക്ക് ഉദ്ധരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്ത്യക്കകത്ത് 20% കാടുകളുണ്ടെങ്കിൽ അത് കേരളത്തിൽ 1% മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ ആനകളുടെ ഒരു കണക്കെടുത്താൽ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു 7500 കൂടുതൽ ഉണ്ടെന്നാണ് 2011 കണക്ക്. അപ്പോൾ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അപ്പോൾ ഈ ആനകളെല്ലാം നമുക്ക് ഉൾക്കൊള്ളാനുള്ള കാട് നമുക്കുണ്ടോ? നമ്മൾ കൂടുതൽ മനുഷ്യന് മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ നമ്മളൊരു പ്രാക്ടിക്കലായിട്ട് പറഞ്ഞതിൻ്റെ പോലെ ആരെയും സംരക്ഷിക്കാനോ അവിടെ ജനങ്ങൾ മാറാമെന്നോ അതൊക്കെ പ്രാക്ടിക്കലാണോ സാർ? അപ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മളെ വെങ്കടാചലൻ സാർ പറഞ്ഞ പോലെ അതൊക്കെ പ്രാക്ടിക്കലാണോ എന്ന് നമുക്ക് നോക്കണം. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും. നമ്മൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോലെ. ഇപ്പം തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു വനം മന്ത്രി രാജിവെക്കുന്നു. ഈ ആനകളൊക്കെ കൊണ്ട് ഇറക്കിയത് വനമന്ത്രിയാണോ? അപ്പോൾ LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ആര് ഭരിച്ചാലും നമുക്ക് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നിലവിലുള്ള ഒരു നിയമം അനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളതൊരു സ്റ്റാറ്റിക് ഇപ്പം ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രശ്നമല്ല ഇത് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് റോഡുകളൊന്നും വികസിക്കാൻ പറ്റില്ല. ഇപ്പോൾ പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് പോകാമെന്ന് വെച്ചാൽ നടക്കില്ല. ഇപ്പോൾ വനത്തിൽ കൂടി നല്ല ടാറിട്ട റോഡ്, നല്ല വണ്ടി അതൊക്കെ ഉണ്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞു, ചിത്രരഞ്ജൻ പറഞ്ഞ പോലെ, ഇന്ദുചൂടൻ ഡോക്ടർ പറഞ്ഞ പോലെ 100% കറക്റ്റാണ്. ഇപ്പോഴത്തെ ഈ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിൽ നമ്മൾ കടന്നു കയറുമ്പോഴത്തേക്ക് അവർ പൊതുവേ ആക്രമണശക്തമാവും. അത് എല്ലാ ആനകളും ഇല്ല, ചില ആനകൾ മാത്രമേ നമുക്കുള്ളൂ. അത് അപ്പോഴത്തേക്കാണ് നമ്മളെ ഗിരിജൻ സാറ് പറയുന്നത് കറക്റ്റ് ആവുന്നത്. കാര്യം അങ്ങനെയുള്ള ആനകളെ എല്ലാ ആനകളെയും നല്ലതല്ല. ഈ നമ്മൾ പ്രകോപനം കൊള്ളുന്ന ഏതാന അത് മനുഷ്യനായിരുന്നാലും അങ്ങനെയാണല്ലോ. നമ്മളെ മനുഷ്യന്മാരിൽ ഇപ്പം നമ്മൾ ഇരിക്കുന്ന പാനലിസ്റ്റ് എല്ലാം നമ്മൾ അക്രമശക്തമാണോ? അല്ല. അങ്ങനെ അക്രമശക്തമുള്ളവരെ എന്ത് ചെയ്യണം? നമ്മൾ ജയിലിൽ പിടിച്ചടയ്ക്കും. അതാണ് കോടതികളിലും മറ്റോ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയാണ് എനിക്ക് തോന്നുന്നു ഗിരിജൻ സാർ ഇങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാ ആനകളും അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ നല്ല സ്നേഹത്തിന് ഉള്ള മൃഗങ്ങളുണ്ട്, എത്രയേ മൃഗങ്ങളുണ്ട്. ഇപ്പം നമുക്കെന്ന് പറയുന്നത് ഇതൊരു കൂട്ടായ ചർച്ച എന്ന് ജനങ്ങളെ ഇരുത്തിക്കൊണ്ട് അവരെ നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്നും പ്രാക്ടിക്കലൊന്നുമില്ല. നമുക്ക് ഈ വാചകം അടിക്കുക എന്നല്ലാതെ നമുക്കിതൊന്നും അത് പ്രാക്ടിക്കലല്ല. ഈ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേണം വയ്ക്കുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം വനസംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇപ്പം വനപാലകർക്ക് പേടിയാണെന്നേ. അവർക്ക് ജനങ്ങളുടെ ഇടയിൽ കയറി നമുക്ക് പോകാൻ പറ്റില്ല. ഈ വനപാലകരും ഇപ്പം തന്നെ ഇന്ന് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഒരു നോംസ് ഇല്ലേ? ഒരു ആനയെ വെടിവെക്കുക എന്ന് പറയുന്നത് അത് രാത്രി വെടിവെക്കാൻ പറ്റുമോ? ആന അവിടെ ഉണ്ട്. പക്ഷേ അവിടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ പോലീസും വനപാലകരും അവിടെ വേണം. അത് 100% കറക്കില്ല. പക്ഷേ ഇപ്പം വെടിവെച്ചിട്ടേ പോകാവൂ എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ഈ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം.
കാര്യം അല്ല, നമുക്ക് അവിടെ പ്രതിഷേധത്തിന് കാരണം മറ്റൊന്നും കൂടി ഉണ്ട് അഡ്വക്കേറ്റ്. നമുക്ക് സതീഷ് വസന്ത്, അവിടെ ഈ ആന ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഈ ആനയുടെ ഇപ്പോൾ ഇറങ്ങിയ മോഴ ആനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ശേഷവും അവിടെ കൃത്യമായ ഇടപെടൽ വനപാലകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന ആരോപണമാണ് ഉയരുന്നത്. അതെങ്ങനെയാണ് വനപാലകർ? ഞാനത് പറഞ്ഞല്ലേ, ഇന്നലെ ഇങ്ങനെ നേരത്തെ ആന ഇറങ്ങുന്നൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. ഈ വനപാലകരൊക്കെ അവിടെയാണ് ഒരു പിശകുള്ളത്. കർണാടക വനം വകുപ്പ് വ്യക്തമാക്കുന്നത് ഈ ആനയുടെ കൃത്യമായ മൂവ്മെന്റ് ഓരോ 3 മണിക്കൂറിലും കേരള വനം വകുപ്പിന് കൈമാറുന്നുണ്ടായിരുന്നു. ഇന്നലെ ഐസൻ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന പ്രത്യേക ചുമതല. ഈ ഇൻസിഡന്റിന്റെ തൊട്ടു മുമ്പേ അവിടെ വന്നിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ആനകൾ വന്ന പോലെ തിരിച്ചു പോവേണ്ട ഒരു സംവിധാനം ജനങ്ങൾ കൊടുക്കണം. നമ്മളായിരുന്നാലും പേടിച്ച് നമ്മളിപ്പം തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ പോലീസ് കണ്ട് നമ്മൾ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ കുറേ കൂട്ടുകാരന്മാർ നമ്മൾ കൂടെ വയ്ക്കുന്നത്, പോലീസ് ആഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ പതറി ഓടും. ഒന്നുമില്ലെങ്കിൽ ആ പോലീസുകാരൻ വന്ന് തൊട്ടത് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇവിടെ നിൽക്കുന്നത്, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അത് പോകും. ആ സ്വാഭാവികം. അത് മനുഷ്യനും മൃഗങ്ങളും എല്ലാം ഈ പ്രകൃതിയുടെ ഒരു ഭാഗങ്ങളാണ്. നേരത്തെ ആരോ പറഞ്ഞ പോലെ ഈ കണ്ണികളാണ്. ഈ കണ്ണികളെ നമ്മൾ എവിടെയെങ്കിലും മുറിച്ച് കളഞ്ഞാൽ അത് നമ്മളെ ലോകത്തെ ആവാസ ജനങ്ങൾക്ക് അത് ഇതായിട്ട് തന്നെ വരും. അത് നമ്മളെല്ലാം ഒരു ചെയിനാണെന്നേ. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് സ്വപ്പം ബുദ്ധി കൂടുതലായ ഒരു ജീവിയാണ് ഈ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ നിൽക്കണം. ഈ ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മൾ കണക്കാക്കണം. ഇപ്പം ആനകളുടെ പെരുപ്പമുണ്ട്. ആനകൾ മാത്രമല്ല, വന്യജീവികൾ ക്രമാതീതം. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നിയമങ്ങളും ഇതുപോലത്തെ ഈ വന്യജീവി സംരക്ഷണ അവരെയൊക്കെ ഒരു ജാഗ്രത കൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ഈ ജനങ്ങളൊന്നും അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാത്തത്. അവർ എനിക്കൊന്ന് പെരുകനായിരിക്കാം. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് 1% ഇത് മാത്രമേ നമുക്ക് കാടുള്ളൂ. അല്ലെ, നമുക്കൊന്നും കാടുകളൊന്നും കൂടുതലൊന്നുമില്ല. ഇപ്പം കർണാടകയിലോ തമിഴ്നാട്ടിലുള്ള ഭാഗത്തുള്ള കാടുകൾ പോലെയൊന്നും നമുക്കിവിടെ കാടുകളില്ല. അപ്പം അത് മനസ്സിലാക്കി വേണം നമ്മളിവിടെ തിക്കിലി പോപ്പുലേറ്റഡ്, നമ്മൾ മാക്സിമം ആളുകൾ ഇവിടെ ജീവിക്കുകയാണ്. അപ്പം ഇതിനെ ഒരു മാർഗം, അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ആനകളെ പിടിച്ച് അകത്താക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിത് നടക്കില്ല. നമ്മൾ എല്ലാ ആനകളൊന്നും അല്ല പറയുന്നത്. ഈ ഇങ്ങനെ വിരളി കൊണ്ട് നടക്കുന്ന ചില ആനകൾ, അത് വളരെ എനിക്കൊന്ന് വളരെ കയ്യിലെണ്ണാനുള്ള ആനകളെ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് അത് നമ്മൾ വനപാലകർക്ക് സംരക്ഷിക്കേണ്ട ഒരു കൊണ്ടുവരണം. അല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി സതീഷ് വസന്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം മറ്റതിലേക്ക് മടങ്ങിയത്.